أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചർ 4ാമത്തെ വീഡിയോ ആണത്. അത് സൂറത്തുൽ അഅല ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 1 മുതൽ 8 വരെ ആയത്തുകൾ ഈ വീഡിയോയിൽ. മറ്റുള്ള വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സൂറത്തുൽ അഅല. സൂറത്തുൽ അഅല ഹിയ സൂറത്തുൻ മക്കിയത്തുൻ. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. സൂറത്തുകള് മക്കിയും മദനിയും ഉണ്ട്. മദീനയിലും കുറച്ച് ചില സൂറത്തുകള് നബിക്ക് വഹിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മക്കത്തും അതുപോലെ വഹിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്തുൻ മക്കിയത്തുൻ ആയാതുഹ 19 19 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്തുൽ അഅല എന്ന് പറഞ്ഞ സൂറത്തിലുള്ളത്. തർത്തീബുഹ ഫിൽ മുസാഫി. മുസാഫിൽ അതിന്റെ തർത്തീബ് 87 87ാമത്തെ സൂറത്താണ്. മുസാഫിൽ അതിന്റെ തർത്തീബ് 87ആണ്. ഫിൽ ജുദുഇ 30 30ാമത്തെ ജുസിയില് ബദഅത്ത് അത് തുടങ്ങുന്നു ബി സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ബി സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. നസലത്ത് അത് ആ സൂറത്ത് ഇറങ്ങി ബാദ് സൂറത്ത് ത്വാരിഖ്. അത്വാരിഖ് എന്ന സൂറത്തിന്റെ ശേഷമാണ് ഇറങ്ങിയത്. മുനാസിബത്തുഹാ ലിമാ ഖബ്ലഹ. അന്നഹു അസ്സ വജല്ല ദക്കറ. അന്നഹു അസ്സ വജല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ദക്കറ പറഞ്ഞു ഫി തിൽക ആ സൂറത്തില് അൻ ഹൽഖിൽ ഇൻസാനി, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വാശാറ ഇലാ ഹൽഖിൻ നബാത്തി, സസ്യലതാദികളുടെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബിഖൗലിഹി വല്ലർള് ദാത്തി സ്വദഅ, വല്ലർള് ദാത്തി സ്വദഅ എന്ന ആ ഒരു ആയത്ത് കൊണ്ട് സസ്യലതാദികളുടെ സൃഷ്ടിപ്പിനേക്കാണ് അത് വെളിച്ചം വീശുന്നത്. വദക്കറഹുന, പിന്നെ ഇവിടെ പറഞ്ഞു ഖൽഖൽ ഇൻസാനി ഫി ഖൗലിഹി, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി ഖലഖ ഫസവ്വ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖലഖ ഫസവ്വ എന്ന് പറഞ്ഞാല് സൃഷ്ടിച്ചു, അങ്ങനെ അവൻ ചൊവ്വായ വിധത്തില് ആക്കി, സൗന്ദര്യവാനാക്കി. ഖലഖൽ നബാത്തി, നബാത്തിനെ സൃഷ്ടിച്ചു. ഫി ഖൗലിഹി അഖ്റജൽ മർഅ എന്നുള്ള ആയത്ത് സസ്യലതാദികളുടെ സൃഷ്ടിപ്പിലേക്കാണ് വെളിച്ചം വീശുന്നത്. ഫജഅലഹു ഗുസാഅൻ നഹ്വ എന്നൊക്കെ പറയുമ്പോൾ വഖിസ്സത്തുൻ നബാത്തി ഹാദാ ഔളഹ് വ അബ്സത്ത്. അപ്പൊ നബാത്തിനെ കുറിച്ചുള്ള കഥകളൊക്കെ ഇതിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അമ്മാ ഖൽഖുൽ ഇൻസാനി ഹുനാക അക്സറു തഫ്സീലൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇനി ഷറഹുൽ മഫ്റദാത്ത്, ഇതിന്റെ വാക്കുകളുടെ അർത്ഥമാണ് ഇനി പറയാൻ പോണത്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തൻസീഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുക, അതാണ് തൻസീഹിന്റെ അർത്ഥം. ഖലഖ എന്ന് പറഞ്ഞാൽ ഖലഖൽ കായിനാത്തി, മറ്റുള്ള സൃഷ്ടികളെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥമാണ് ഖലഖൽ കായിനാത്തി. ഫസവ്വ എന്ന് പറഞ്ഞാൽ ഐ ഫസവ്വാഹ വവളഅ ഖൽഖഹ അലാ നിളാമിൻ കാമിലിൻ. ഫസവ്വ എന്ന് പറഞ്ഞാല് സവ്വാഹ ഐ ഫസവ്വാഹ വവളഅ ഖൽഖഹ അലാ നിളാമിൻ കാമിലിൻ. ഒരു നിളാമിൻ കാമിൽ, ഒരു പൂർത്തിയായ ഒരു രൂപത്തില് മനുഷ്യനെ സൃഷ്ടികളെ സൃഷ്ടിച്ചു എന്ന്. മനുഷ്യനാണെങ്കിൽ
വളരെ സുന്ദരനും സുന്ദരികളുമായിട്ട് സൃഷ്ടിച്ചു. അങ്ങനെ ലാ തഫാവുത്ത ഫീഹി, അതിലൊരു ഏറ്റക്കുറച്ചിലില്ല, വല ഇത്റാബ. ഖദ്ദറ, നീ ഖദ്ദറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഐ ഖദ്ദറ ലി കൊല്ലി ഹയ്യൻ, എല്ലാ ജീവനുള്ളതിനും അവൻ നിശ്ചയിച്ചു മാ ഇസ്ലഹു മുദ്ദത്ത ബഖാഇഹി, ആ അവ ജീവിക്കുന്ന കാലത്തോളം അതിന് വേണ്ടുന്നതൊക്കെ അവൻ നിശ്ചയിച്ചു. ഫഹദ, അങ്ങനെ ഹിദായത്തിലാക്കിയ ഹദാഹു അറഫഹു വജഹൽ ഇന്തിഫാഇ ബിമാ ഖലഖ ലഹു. വൽ മർഅ, മർഅ എന്ന് പറഞ്ഞാൽ കുല്ലുമാ തുഖരിജുഹുൽ അർളു, ഭൂമി തരുന്നതൊക്കെ ആണ് മർഅ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. മിനൻ നബാത്തി, അതേതൊക്കെയാണ്? നബാത്ത്, സസ്യങ്ങള്, വസ്തിമാരി, പഴവർഗ്ഗങ്ങള്, വസ്റുഅ് അൽ മുഖ്തലിഫ, വിഭിന്നങ്ങളായ കൃഷികള്. വൽ ഗസാ, ഇനി ഗസാഇന്റെ അർത്ഥം മാ യഖ്തിഫു ബിഹി സൈലു ഇലാ ജാനിബിൽ വാദി മിനൽ ഹശീശി വൻ നബാത്തി. ഗസാ എന്ന് പറഞ്ഞാൽ മാ യഖ്തിഫു ബിഹി, അതുകൊണ്ട് അതിനെ അതിനെ എറിയും എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്കാക്കും. അസൈല്, സൈൽ എന്ന് പറഞ്ഞാല് ഒഴുക്ക്. ഇലാ ജാനിബിൽ വാദി, വാദിയുടെ ചെരുവിന്റെ അല്ലെങ്കിൽ ആ പുഴയുടെ ഒരു വശത്തേക്ക്. മിനൽ ഹശീശി വൻ നബാത്തി, ഒക്കെ സസ്യങ്ങൾ തന്നെ. ഹശീഷ് നബാത്ത് എന്നൊക്കെ പറഞ്ഞാല് ബുഷസിന്റെ ഇതൊക്കെ തന്നെ. വല്ല അഹ്വ, അഹ്വ എന്ന് പറഞ്ഞാൽ അല്ലദീ യുളറബു ലൗനുഹു, അതിന്റെ നിറത്തെ ആക്കും. മിന സവാദി, കറുത്തത്. അപ്പൊ ഇതിന്റെ വേർഡുകളുടെ അർത്ഥമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി അതിന്റെ ആയത്തിന്റെ അർത്ഥം നമ്മൾ പറയേണ്ട, അതിൽ കൂടുതലായിട്ട് വിശദീകരിക്കും. ആയത്തിന്റെ അർത്ഥം നസ്യഹ് ഇസ്മ റബ്ബിക്കൽ അഅല അനി ശരീക്കി വൻ നഖായിസി. നസ്യഹ്, നീ ഇസ്മ റബ്ബിക്ക അൽ അഅല, മേലെയായ വളരെ ഉന്നതനായ അള്ളാഹുവിന്റെ, റബ്ബിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ രക്ഷിതാവിന്റെ പേരിനെ, നീ പേരിന്റെ പരിശുദ്ധതയെ നീ വാഴ്ത്തുക. വൻ അനിശരീക്ക്, കൂട്ടുകാരെ തൊട്ട്, അതായത് അള്ളാഹുവിന് പങ്കുകാരില്ല എന്നല്ലേ നമ്മൾ പറയുന്നത്. അള്ളാഹ് വാഹിദ്, അഹദാണ്. അപ്പോ നമ്മളൊക്കെ തൗഹീദിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ കഴിവിലോ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു സിഫാത്തിലും അള്ളാഹുവിന് കൂട്ടുകാരില്ല എന്നുള്ള അതിനെ നമ്മൾ വാഴ്ത്തണം. വന്നക്കായസി, കുറവുകളെ തൊട്ടും കൂട്ടുകാരെ തൊട്ടും അള്ളാഹു വളരെ ഉന്നതനായ, അള്ളാഹു വളരെ പരിശുദ്ധനാണ്. തൻസീഹൻ യലീഖു, അങ്ങനെ നസീഹ് തൻസീഹൻ, ഇത് ഒരു മഫൂല് മുത്ലഖാണ്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. നസീഹ് തൻസീഹൻ, അപ്പോ ഒരു പരിശുദ്ധയെ വാഴ്ത്ത്. യലീഖു ബി അളമത്തിഹി, അവന്റെ അളമത്തിന്, അവന്റെ വമ്പത്തരത്തിന് അല്ലെങ്കിൽ ആ കിബ്രിയായിന് യോജിക്കുന്ന വിധത്തിലുള്ള തൻസീഹ്. സുബ്ഹാനഹു അല്ലദീ ഖലഖൽ മഖ്ലൂഖാത്തി, എങ്ങനെയുള്ള അള്ളാഹുവാണ്? ഖലഖ, അവൻ സൃഷ്ടിച്ചു. അൽ മഖ്ലൂഖാത്തി, സൃഷ്ടികളെ. ഫഅത്ഖന ഖൽഖഹാ, അങ്ങനെ അതിന്റെ സൃഷ്ടിപ്പിനെ വളരെ നല്ല നിലക്ക് സൃഷ്ടിച്ചു. അഹ്സനഹു വല്ലദീ ഖദ്ദറ, അങ്ങനെ അവൻ നിശ്ചയിച്ചു. ജമിയാൽ മുഖദ്ദറാത്തി, എല്ലാ കാര്യങ്ങളും. ഫഹദ, അവനെ ഹിദായത്തിലാക്കി. കുല്ല ഖൽഖിൻ, എല്ലാ സൃഷ്ടികളെയും അവൻ ഹിദായത്തിലാക്കി. ഇലാമാ യുനാസിബുഹു, ഓരോന്നിനും യോജിച്ച വിധത്തില്. വല്ലതീ അമ്പത്ത, പിന്നെങ്ങനെയുള്ളവനാണ് അള്ളാഹു? അമ്പത്ത, അവൻ മുളപ്പിച്ചു. അൽ കല വൽ അഹ്ലറ, സസ്യലതാദികളെ. ഫജാലുഹു, അങ്ങനെ അവൻ ആക്കി. ബഅദദാലിക, ആ സസ്യലതാദികളെ. ഹസീമൻ ജാഫൻ, ഉണങ്ങിയ വസ്തുക്കളാക്കി. പിന്നെ
ഇനി 6 മുതൽ 8 വരെയുള്ള ആയത്താണ്. സനുഖ്രിഉക ഫലാ തൻസ ഇല്ലാ മാ ഷാ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹറ വമാ യഖ്ഫ വനുയസ്സിറുക ലിൽ യുസ്ര. അതിന്റെ മഫ്റൂദാത്ത് മഫ്റൂദാത്ത് വേർഡ് മീനിങ്സ്. സനുഖ്രിഉക എന്ന് പറഞ്ഞാൽ ഐ നജഅലുക, നാം നിന്നെ ആക്കും, ഖാരിഅൻ വായിക്കുന്നവനാക്കും, ലിൽ ഖുർആനി ഖുർആനെ വായിക്കുന്നവനാക്കും ആണ് സനുഖ്രിഉക. അതിന്റെ അർത്ഥമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഐ നജഅലുക ഖാരിഅൻ ലിൽ ഖുർആനി. അഖ്റഅ യുഖ്രിഉ, നുഖ്രിഉക, ഞാൻ നിന്നെ ഖുർആൻ ഓതുന്നവനായി വായിക്കുന്നവനാക്കും. ഫലാ തൻസ, അങ്ങനെ നീ മറക്കില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, സനുഖ്രിഉക, ഞാൻ നിന്നെ ഖുർആൻ വായിക്കുന്നവനാക്കും. അങ്ങനെ ഫലാ തൻസ, ഒരിക്കൽ വായിച്ചാൽ, ഒരിക്കൽ അല്ലെങ്കിൽ കേട്ടാൽ നീ അതിനെ മറക്കില്ല. ഫലാ തൻസാഹു ബൽ തഹ്ഫളുഹു, അതിനെ മനഃപ്പാടമാക്കും. വൽ യുസ്ര, യുസ്ര എന്ന് പറഞ്ഞാൽ അഅമാലുൽ ഖൈറില്ലദീ തുഅദ്ദി ഇലൽ യുസ്രി, എളുപ്പമുള്ള കാര്യങ്ങൾ. അതാണ് അഅമാലുൽ ഖൈറില്ലദീ തുഅദ്ദി ഇലൽ യുസ്രി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കി തരും. അതായത് ഏഹ്, ഏഹ്, ഇത് പിന്നെ ദഅവ, അങ്ങനെയുള്ള ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ആളുകളെ ക്ഷണിക്കുക, ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു വളരെ എളുപ്പമാക്കി തരുന്നതാണ്. ഇനി മാനല്ലായ ആയത്തിന്റെ അർത്ഥം എന്താ നോക്കാം. സനുഖ്രിഉക യാ മുഹമ്മദ് ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ നിനക്ക് ഞാൻ ഓതിത്തരും. ഖിറാഅത്തല്ലാ തൻസാഹ, നീ മറക്കാത്ത വിധത്തിലുള്ള ഒരു വായന. ഇല്ലാ മാഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച ചില കാര്യങ്ങള് മറക്കും ചെയ്യും. അതിപ്പോ നമ്മളൊക്കെ പല കാര്യങ്ങളും നമ്മൾ മറക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് നബിയോട് അള്ളാഹു പറയാണ്, നിനക്ക് ഞാൻ ഖുർആൻ ഓതിത്തരും, നീ അത് മനഃപ്പാടമാക്കും. ഇല്ലാ മാഷാ അല്ലാ, ചില കാര്യങ്ങള് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മിമ്മത്ത് ഹിക്മത്തുഹു അൻ യുൻസിയാഹു, അതിന്റെ ഹിക്മത്ത് അത് മറക്കലാണ്. ലി മസ്ലഹത്തി യഅലമുഹ, അത് ആ മറക്കലാണ് അതിന് നല്ലത് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വിധി. അപ്പൊ ആ നിലയ്ക്ക് ചില കാര്യങ്ങള് ഒഴികെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ വായിക്കുകയും അത് ഹിഫ്ലാക്കുകയും ചെയ്തു തരും. ഒരിക്കൽ വായിച്ചാൽ തന്നെ അതൊക്കെ ഹിഫ്ലാവും. ഇന്നഹു സുബ്ഹാനഹു യഅലമുൽ ജഹറ, അവൻ അള്ളാഹു ജഹറിനെ അറിയും. ജഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കെ പറയുന്നതും, മിനൽ ഖൗലി വൽ അമലി, അമലു ഖൗല് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാ, അമല് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളും, പരസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളും രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളും വാക്കുകളും പറയുന്നതും ഒക്കെ നമ്മൾ അറിയും. ഒമാ യഖ്ഫ, ഇവിടെ ജഹറിന്റെ ഓപ്പോസിറ്റ് ആണ് യഖ്ഫ എന്നുള്ളത്. ഖഫി എന്ന് പറഞ്ഞാൽ രഹസ്യമായി വെക്കുന്നതൊക്കെ അവൻ അറിയുന്നു. സനുഖ്രിഉക ഫലാ തൻസ ഐ സനൻസിലു അലൈക കിതാബൻ തഖ്റഉഹു, ഞാൻ നിനക്ക് കിതാബിനെ ഇറക്കിത്തരും, എന്താണ് ആയത്തുകളെ ഇറക്കിത്തരും. തഖ്റഉഹു, നീ അതിനെ പാരായണം ചെയ്യും. വലാ തൻസ മിൻഹു ശൈഅൻ, അതിൽ നിന്ന് ഒന്നിനെയും നീ മറക്കില്ല. ബഅദ നുസൂലിഹി, അതിന്റെ നുസൂലിന് ശേഷം നീ ഒന്നിനെയും മറക്കില്ല. ബഅദ നുസൂലിഹി അലൈക. വഖദ് കാന അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ നസല അലൈഹിൽ ഖുർആനു, അദ്ദേഹത്തിന്മേൽ ഖുർആൻ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ആയത്ത് ഇറങ്ങിയാൽ, ഒരു വഹ്യ് ലഭിച്ചാൽ, അക്സർ മിൻ തഹരീക്ക് ലിസാനിഹി, അദ്ദേഹത്തിന്റെ നാവിനെ അദ്ദേഹം വളരെയധികം ചലിപ്പിക്കുമായിരുന്നു. തഹരീക്ക് എന്ന് പറഞ്ഞാൽ ചലിപ്പിക്ക, ലിസാനഹു ലിസാനിഹി മഹാഫത്തൻ, ഭയന്നിട്ട് യൻസാഹു, ആ കിട്ടിയ വഹ്യ് മറന്നു പോകുമോ എന്ന് ഭയന്നിട്ട് അദ്ദേഹത്തിന്റെ നാവിനെ അദ്ദേഹം വളരെയധികം ചലിപ്പിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോ വായത, അങ്ങനെ അള്ളാഹു ഒരു വായത പ്രോമിസ് ചെയ്തു എന്ന് പറഞ്ഞ
വാക്ക് കൊടുത്തു എന്നൊക്കെ പറയില്ലേ നമ്മള്. ബി അന്നഹു ലാ യൻസാഹു, അതിനെ അവൻ മറക്കില്ല. മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബി അവൻ മറക്കില്ല എന്ന് ഒരു വാക്ക് കൊടുത്തു. നഹ്വല്ലായത്തി ഖൗലഹു വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യഖ്ളാ ഇലൈക വഹ്യു. ഇത് വേറെ സൂറത്തിലെ ഒരു ആയത്താണ്. ഈ ആയത്തുകൾ വഹയ്യ ലഭിച്ചാൽ അത് മുഹമ്മദ് നബി മറക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ്. വലാ തഅജൽ ബിൽ ഖുർആനി, അങ്ങനെ തഅജൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ തഹരീക്ക് ലിസാന് ഇത് വേണ്ടെന്നാ പറഞ്ഞു. ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യു ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഇങ്ങനെ നീ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നാവ് ഇങ്ങനെ ചലിപ്പിക്കണ്ട. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, നമ്മുടെ മേലാണ് എനിക്കാണ് അതിന് ഉത്തരവാദിത്വം. ഇന്ന അലൈന, തീർച്ചയായും നമ്മുടെ മേൽ, ജംഅഹു, ആ ഖുർആനെ ക്രോഡീകരിക്കുന്നതിലും അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. അതുകൊണ്ട് താങ്കള് അതിനെ ഇങ്ങനെ ഇത്ര ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. ഖുലാസത്തു ദാലിക, ഈ പറഞ്ഞതിന്റെ ഒക്കെ രത്നം ചുരുക്കം എന്താണ്? ഇന്ന, തീർച്ചയായും നാം സനസ്റഹു സദ്റക, നിന്റെ ഹൃദയത്തെ, നിന്റെ സദറിനെ നാം വിശാലമാക്കി തരും. വനുഖവ്വി, ഞാൻ ശക്തിപ്പെടുത്തും, ദാക്കിറത്തക്ക, നിന്റെ മെമ്മറി പവറിനെ. ദാക്കിറത്ത് മെമ്മറി പവർ, ഖുവ്വത്തു ദിക്ർ, ദാക്കിറത്ത്. വനുഖവ്വി, ഞാൻ ശക്തിപ്പെടുത്തും, ദാക്കിറത്തക്ക, നിന്റെ മെമ്മറി പവർ ഞാൻ നിനക്ക് തരും. ഹത്താ തഹ്ഫദഹു, അതിന് നീ ഹിഫ്ലാക്കുന്നത് വരെ. അപ്പൊ ഒരു വഹയി ലഭിച്ചാൽ അതിനെ ഹിഫ്ലാക്കുന്നത് വരെ നിന്റെ അങ്ങനെ ബിസമാഇഹി മറത്തൻ വാഹിദ, ഒരിക്കൽ കേട്ടാൽ തന്നെ, ബിസമാഇഹി മറത്തൻ വാഹിദ, ഒരിക്കൽ കേട്ടാൽ തന്നെ അതിനെ ഹിഫ്ലാക്കുന്ന വിധത്തില് നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തരും, നിന്റെ മെമ്മറി പവറിനെ നാം കൂട്ടിത്തരും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ താങ്കൾ ഇങ്ങനെ നാവുകളെ ഇങ്ങനെ ചലിപ്പിച്ച് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. സുമ്മല തൻസാഹു ബഅദഹ അബദ. അപ്പൊ അങ്ങനെ ഒരിക്കൽ കേട്ടാൽ തന്നെ താങ്കൾക്ക് അത് ഹിഫ്ലാക്കാൻ സാധിക്കും. സുമ്മല തൻസാഹു, പിന്നെ താങ്കൾ അതിനെ മറക്കില്ല, ബഅദഹ അബദൻ, ഒരിക്കലും. അപ്പോ ഒരിക്കലും മറക്കാത്ത വിധം ഒരു വഹയി ലഭിച്ചാൽ അതിനെ മനഃപ്പാടമാക്കത്തക്ക നിലക്കുള്ള ഒരു മെമ്മറി പവറും ഒരു വിശാലതയും താങ്കൾക്ക് ഞാൻ തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. വലമ്മക്കാന ഹാദൽ വാഴുതു, ഈ പ്രോമിസ് ആയപ്പോൾ, സബീലി തൗബീദിന്റെ വഴിയിലായപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു തൗബീദ് എന്ന് പറഞ്ഞാൽ അബദിയ്യത്ത്, എപ്പോഴേക്കും ഉള്ളത് ആയതുകൊണ്ട്, യൂഹമോ അന്ന ഖുദ്റത്തഹു തആല, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ലാ തസഉ തഗ്യീറഹു, അതില് വ്യത്യാസപ്പെടാൻ ഉള്ള ഒരു വഴിയില്ല. അങ്ങനെ ജാബിൽ ഇസ്തിസ്ന, അതുകൊണ്ടാണ് ഒരു ഇസ്തിസ്ന അവിടെ വന്നത്. ഇസ്തിസ്ന എന്ന് പറഞ്ഞാല് ഇല്ലാ മാഷാ അള്ളാ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇസ്തിസ്ന. ഫഖാല ഇല്ലാ മാഷാ അള്ളാ. അങ്ങനെ അപ്പോ ഇങ്ങനൊരു പ്രോമിസ് മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുത്തപ്പോ ഒന്നും മറക്കില്ല എന്നുള്ള അർത്ഥം വന്നു. പക്ഷെ അങ്ങനെയല്ല, അതിൽ ചില കാര്യങ്ങൾ അള്ളാഹു ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇല്ലാ മാഷാ അള്ളാ. ഇൻ അറാദ, അതായത് അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഇൻ അറാദ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, അൻ യുൻസിയക ഷൈഅൻ, നീ മറക്കണമെന്ന് അള്ളാഹു, ഏതെങ്കിലും കാര്യം നീ മറക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ലം യുഅ്ജിസഹു ദാലിക, അപ്പോ അത് ആ ഉദ്ദേശം നടപ്പിലാവുക തന്നെ ചെയ്യും, അതിനെ മറികടക്കാൻ സാധിക്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹു ഇപ്പൊ മുഹമ്മദ് നബിക്ക് വഹയി അള്ളാഹു ഇറക്കി കൊടുക്കുന്നു.
മുഹമ്മദ് നബി അത് മനഃപ്പാടമാക്കത്തക്ക വിധത്തില് അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയത്തെയും മെമ്മറി പവറിനെയും കൂട്ടിക്കൊടുക്കുന്നു. അത് ഒരിക്കൽ കേട്ടാൽ തന്നെ അത് മനഃപ്പാടമാവും. പക്ഷെ ചില കാര്യങ്ങൾ മറക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു അതിനെ ആ കാര്യങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഖസാറ ഹാദ, ഇതിന്റെ ചുരുക്കം ഇന്ന ഫായിദത്ത് ഹാദൽ ഇസ്തിഥനായി, ഈ ഇസ്തിഥന എന്ന് പറഞ്ഞാൽ ഈ എക്സെപ്ഷൻ, ഈ ഒഴിവാക്കലിന്റെ ഫായിദ എന്താണ്? ബയാനുൻ അന്നഹു തആല, അല്ലാഹു തആല ഖാദിറുൻ അലാ അൻ യുൻസിയഹു, മറവി കൊടുക്കാനും അള്ളാഹു ഖാദിറാണ്, കഴിയുന്നവനാണ് എന്നുള്ള ഒരു വെളിവാക്കി തരിക, നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ ഇതിന്റെ ഈ ഇസ്തിഥന ഇല്ലാമാഷ അള്ളയുടെ ഉദ്ദേശം. വന്ന അദമൻ നിസിയാൻ, അദമൻ നിസിയാൻ എന്ന് പറഞ്ഞാൽ മറവി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഫദ്ലുൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. ഇഹ്സാനുൻ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും. ഫദ്ൽ എന്ന് പറഞ്ഞ അനുഗ്രഹം, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈർ, ലാ മിൻ ഖുവ്വത്തിഹി, അല്ലാതെ മുഹമ്മദ് നബിയുടെ ശക്തിയിൽ അല്ലെങ്കിൽ കഴിവിൽ പെട്ടതല്ല. അപ്പം അത് നമുക്കും ബാധകമാണ്. നമ്മള് ഒരു എന്ത് കേട്ടാലും പെട്ടെന്ന് ചിലർക്ക് അത് മനഃപ്പാടമാക്കാനുള്ള കഴിവുണ്ടാവും. അത് അള്ളാഹുവിന്റെ കൊടുക്കുന്ന കഴിവാണ്, അല്ലാതെ ആ വ്യക്തിയുടെ കഴിവല്ല എന്നാണ് പറയുന്നത്. അപ്പോ അന്ന അദമൻ നിസിയാനി ഫദ്ലുൻ മിനല്ലാഹി വഇഹ്സാനുൻ ലാ മിൻ ഖുവ്വത്തിഹി. സുമ്മ അക്കദ ഹാദൽ വായദ മഅൽ ഇസ്തിഥനായി. അപ്പൊ ഈ പ്രോമിസ്, ഈ വാക്ക് കൊടുക്കലിനോട് കൂടി, ഈ ഇസ്തിഥനായിനോട് കൂടി ഈ പ്രോമിസിനെ ഒന്നുകൂടി ശക്തിയാക്കാണ്. ഇന്നഹു യഅലമുൽ ജഹറ, അവന് ജഹറിനെ അറിയും. വമാ യഖ്ഫ, മറച്ചു വെക്കുന്നതിനെയും പരസ്യമാക്കുന്നതിനെയും അവൻ അറിയും. ഐ ഇന്നല്ലദീ വഅദക ബി അന്നഹു സയുഖ്രിയുക, ഇന്നല്ലദീ യുഖ്രിനുക എന്നാണ് ഇവിടെ, യുഖ്രി ഉ ഹംസയാണ് ഇവിടെ വേണ്ടത് കേട്ടോ. സയുഖ്രിയുക, ഇന്നല്ലദീ വഅദക ബി അന്നഹു സയുഖ്രിയുക വഅന്നഹു, അവൻ സയജഅലുക, അവൻ നിന്നെ ആക്കും ഹാഫിളൻ ലിമാ തഖറഉ ഫലാ തൻസാഹു. നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെ, ഹാഫിളാക്കും ലിമാ തഖറ ഫലാ തൻസാഹു. ആലിമുൻ ബിൽ ജഹരി വസ്സിർരി, രഹസ്യത്തിനെയും പരസ്യത്തിനെയും അറിയുന്നവനാണ്. ഫലാ യഫൂതുഹു ശൈഉൻ മിമ്മാ ഫീ നഫ്സിക, അങ്ങനെ തങ്ങളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടുകയില്ല. വഹുവ മാലിക്കു ഖൽബിക, താങ്കളുടെ ഹൃദയത്തിന്റെ മാലിക്ക് അവനാണ്. അഖലിക, ബുദ്ധിയുടെയും. അപ്പോ ഓർമ്മശക്തിയുള്ള ബുദ്ധിയുടെയും ഹൃദയത്തിന്റെയും മാലിക്കാരാണ്? അത് വഹുവ, അവനാണ്. വഹാഫിയു സിർറക, താങ്കളുടെ രഹസ്യത്തെ മറച്ചു വെക്കുന്നവനവനാണ്. വജഹരിക, താങ്കൾ പരസ്യമാക്കുന്നതിനെയും. ഫീ മഖ്ദൂരിഹി, അങ്ങനെ അത് അവന്റെ കഴിവിൽപ്പെട്ടതാണ്. അലൈക, താങ്കളുടെ മേലെ അത് താങ്കൾക്കത് ഹിഫ്ലാക്കി തരിക എന്നുള്ളത്. മാ വഹബക ഫൈൻകാന മിൻ ഖഫിയാത്തി റൂഹിക, അത് തങ്ങളുടെ ആത്മാവിന്റെ ഹഫിയാത്താണെങ്കിലും ശരി. ഹഫിയാത്ത് എന്ന് പറഞ്ഞാല് ആത്മാവിൽ ഒളിഞ്ഞു കിടക്കുന്ന വസ്തുക്കളാണെങ്കിലും ശരി. വലൗ ശാഅ ലിസൽബിഹി, വലൗ ശാഅ, അവൻ ഉദ്ദേശിച്ചാൽ, ലിസൽബിഹി, ഒരു കാര്യം ചെയ്തു തരാൻ ഉദ്ദേശിച്ചാൽ, വലൻ തസ്തിഅ, തങ്ങൾക്ക് സാധിക്കില്ല, ദഫ്അഹു, അതിനെ തടുക്കുവാൻ സാധിക്കില്ല. ലിഅന്നഹു, കാരണം, ലൈസ ഫീ ഖുദ്റതിക, ആ കാര്യങ്ങളൊന്നും തങ്ങളുടെ
ഖുദ്റത്തിൽപ്പെട്ടതല്ല. അൻ തഖ്ഫിയ അൻ തുഖ്ഫിയ അൻഹു ശൈഅൻ. വലമ്മാ കാന ഫിൽ വഅദി ബിൽ ഇഖ്റാഇ അൽ വഅദു ബിതസ്രിയ അൽ അഹ്കാമി. വലമ്മാ കാന ഫിൽ വഅദി ബിൽ ഇഖ്റാഇ, ഇങ്ങനെ ഈ ഓതിത്തര എന്നുള്ള ഈ വഅദില് അതില് എന്തുണ്ട്? അൽ വഅദു ബിതസ്രിയ അൽ അഹ്കാമി, അതായത് നിയമങ്ങളെ നിയമങ്ങളെ ഉണ്ടാക്കുന്ന ഒരു വഅദും കൂടി അതിലുണ്ട് എന്നാ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഓതി വഹയ്യ് ലഭിച്ചാൽ അതിൽ നിയമങ്ങളുണ്ട്. മനുഷ്യരാശിക്ക് അവരുടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അടങ്ങിയ വഹയ്യുകളാണ് ഈ വരുന്നത്. അപ്പൊ ഈ വഅദ് അതിൽ ബിതസ്രിയൽ അഹ്കാം, അതിൽ വഫീഹ മാ യസ്അബു അലൽ മുഹാത്തിബീൻ ഇഹ്തിമാലഹു. അപ്പൊ അങ്ങനെ ചില വഹയ്യുകളിൽ ഉണ്ട് മാ യസ്അബു അലൽ മുഹാത്തിബീൻ, കേൾക്കുന്നവർക്ക് വളരെ പ്രയാസമുള്ള കാര്യങ്ങളുണ്ടാവും. ഇഹ്തിമാലഹു, അത് അർദഫദാലിക്കൽ വായദ്, അങ്ങനെ ആ വായദിന്റെ കൂടെ ഫോളോ ചെയ്യുന്നു. ബിമാ യസീദുഹു ഹലാവത്തൻ ഫിൻ നുഫൂസി, ഹൃദയങ്ങളില് വളരെ മാധുര്യമായ ചില കാര്യങ്ങള് അതിന്റെ കൂടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ വിഷമുള്ള കാര്യങ്ങളുടെ ചില കൂടെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളും ഫോളോ ചെയ്യുന്നു. അതാണ് വൻ യുയസ്സിറുക ലിൽ യുസ്ര എന്ന് പറഞ്ഞ ആയത്ത്. ഫഖാല വനുയസ്സിറുക ലിൽ യുസ്ര ഐ നുവഫിഖുക ലിശരീഅത്തി സംഹത്തില്ലത്തി യസ്അലു അലൻ നുഫൂസി ഖബൂലുഹ. ഐ നുവഫിഖുക, തങ്ങളെ നാം കഴിവ് തരും. ലിശരീഅത്തി സംഹത്തില്ലത്തി യസ്അലു അലൻ നുഫൂസി ഖബൂലുഹ, മനുഷ്യഹൃദയങ്ങളിൽ അതിനെ സ്വീകരിക്കാൻ പറ്റിയ എളുപ്പമാക്കുന്ന വിധത്തിലുള്ള നിയമങ്ങളിലേക്ക് തങ്ങളെ നാം നിയമങ്ങൾക്ക് ങ്ങളെ കൊണ്ട് തങ്ങളെ നാം കഴിവുള്ളവനാക്കും. വലാ യസ്അബു അലൽ ഉഖൂലി ഫഹ്മുഹ, അതിന്റെ മനുഷ്യന്റെ ബുദ്ധിയില് അതിനെ ഫഹ്മ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും എന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോ ഇനി അടുത്ത 9 മുതൽ 13 അല്ല 19 വരെയുള്ള ആയത്ത് അടുത്ത എപ്പിസോഡിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ ഈ ഈ ബുക്കിന്റെ, അതായത് ഈ നമ്മുടെ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചർ എന്ന ബുക്കിന്റെ ആദ്യത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഒരു ഇത് അസൈൻമെന്റിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരും. അപ്പൊ അത് നല്ലോണം നോക്കി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അതിൽ നിന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.